എത്ര വെളുത്ത മുടിയും കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം, എടുത്ത് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഹലോ ചിക്കനുകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നും ഞാനൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള എത്ര വെളുത്ത മുടി നമുക്ക് കട്ടക്കറുപ്പാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ഓർക്കുമ്പോൾ ഇത് കയ്യിൽ പറ്റുമോ തുണിയിൽ പറ്റുമോ അങ്ങനൊന്നും പറ്റത്തില്ല. ഇത് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കെമിക്കൽ ഡൈയിൽ നിന്നും രക്ഷ നേടാം. എന്തായാലും നിങ്ങൾക്ക് ഇതിന് യാതൊരു കെമിക്കലും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് യാതൊരു കെമിക്കലും ഇല്ല. ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം, ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് പ്രശ്നം വാട്സപ്പിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ കുറച്ച് അതായത് ഹെയർ ഡൈയുടെ വീഡിയോ കിട്ടുന്ന അതൊക്കെ കണ്ട് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനി ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കെമിക്കൽ ഡൈ യൂസ് ചെയ്തും അതുപോലെ തന്നെ ഒന്നും തലയിൽ തേക്കാൻ പറ്റാത്ത, അതായത് ഒരു കെമിക്കൽ പോലും തലയിൽ തേക്കാൻ പറ്റില്ല, വെളുത്ത മുടിയൊന്ന് കറപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്ന നോക്കിയാലോ? എല്ലാവരും ഒന്ന് ഓടി വന്നേ. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ട സാധനം എന്താണെന്നറിയോ? ചിരട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ ചിരട്ട നമ്മുടെ മുടി, പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഈ ചിരട്ടക്കരി ഉപയോഗിച്ച് മുടി കറുപ്പിക്കുകയും കണ്ണെഴുതാനായിട്ട് കൺമഷി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അതേ ഒരു മെത്തേഡിൽ ചിലരൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട്, അടിപൊളി റിസൾട്ട് തന്നെയാണ്. നിങ്ങളുടെ കയ്യിലൊന്നും പറ്റത്തില്ല, ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 3 ചിരട്ട എടുത്താൽ മാത്രം നമുക്ക് കുറച്ച് പൊടി കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ വേറൊരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ 3 ചിരട്ട എടുത്തത് കഴുകി വൃത്തിയാക്കി നേരത്തെ തന്നെ വെക്കണം ഈ ചിരട്ട കേട്ടോ. അതിനകത്ത് തേങ്ങയുടെ ഇതെല്ലാം അംശമെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം തന്നെ കഴുകി വൃത്തിയാക്കി നിങ്ങൾ നല്ലതായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുക്കണം. അപ്പം നമ്മുടെ തലയിൽ തേക്കാനാണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിലും നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ചട്ടി, പഴയ ചട്ടിയോ എന്തെങ്കിലും പഴയ ചട്ടിയായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് കത്തിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു കത്തിച്ച പുറകെ തന്നെ നിങ്ങൾ എന്താ പറയുക, വെള്ളം നനച്ചിട്ടിട്ട് ഒഴിച്ച് അത് കെടുത്തുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങളിങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. തന്നെത്താനെ ആദ്യം അവിടെ നിന്ന് നല്ല രീതിയിൽ അണഞ്ഞു വരണം. അപ്പോൾ ആ സമയം അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ഒരു കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് ഒരു കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. കരിഞ്ജീരകം നമുക്ക് ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. കരിഞ്ജീരകം ഇട്ട് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിരട്ടക്കരിയോ കരിഞ്ജീരകമോ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു 3 സ്പൂണ് കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കരിഞ്ജീരകം അടിപൊളിയാണ് മുടി കറുപ്പിക്കാനായിട്ട്. കരിഞ്ജീരകം എണ്ണ കാച്ചി തേക്കുന്നതും നല്ലതാണ് നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറുത്ത് വരാനായിട്ട്. അത് കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് മുടി പെട്ടെന്ന് കറുപ്പിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ കരിഞ്ജീരകം നന്നായിട്ടൊന്ന് നമുക്ക് നല്ലപോലെ ചട്ടി ചൂടായിട്ട് വേണം കരിഞ്ജീരകം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക, കറുപ്പായിട്ട് വറുത്തെടുക്കുക കേട്ടോ. കരിഞ്ജീരകം കറുത്തിരിക്കുന്നതോടെ നല്ല പുകയൊക്കെ വന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു പരിവ് അറിയാനായിട്ട്. അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പെട്ടെന്ന് ഫ്രൈ ആക്കി അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ചിലർക്ക് അതാണ് റിസൾട്ട് കിട്ടാത്തത്. അവർ നല്ലപോലെ ചെയ്യത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ കരിച്ചങ്ങ് എടുക്കണേ. അതിനുശേഷം നമുക്കിതുപോലെ ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം, ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് കരിഞ്ജീരകവും നമ്മുടെ ആ ഒരു എന്താ പറയുക, ചിരട്ടക്കരിയിൽ അണഞ്ഞിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അതും കൂടെ കൂട്ടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഡബ്ബയിലിട്ട് സൂക്ഷിക്കാം. നമുക്ക് ഒരു കേടും കൂടാതെ പുറത്തിരുന്നോ ഒരു കുഴപ്പമില്ല. ഉണക്കപ്പാത്രത്തിന്, അതായത് വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഹെയർ ഡൈ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക ബൗളെടുക്കുക. അപ്പം ഞാൻ നരച്ച മുടി തേച്ച് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ നരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്താൽ മാത്രം മതി. മൊത്തത്തിൽ ഇടകളർന്നൊക്കെ നര ഉണ്ടെങ്കിൽ, മൊത്തത്തിലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലെടുക്കാം. ഇപ്പം ഈ മുടിയിൽ കുറച്ച് അധികം നരയൊന്നുമില്ല, കുറച്ച് ഇടവിട്ടുള്ള നരയൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുന്നത് കേട്ടോ.
എന്നിട്ടിത് വെളിച്ചെണ്ണയും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവേര ജെല്ല് വിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ലാതെ നമുക്ക് പിടിച്ചിരുന്നോളൂ. പക്ഷേ കുറച്ചും കൂടെ നല്ലത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾ പിന്നെ ഏത് എണ്ണയിലും തേക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ നിങ്ങൾക്കിത് മിക്സ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കറപ്പായിട്ട് നമുക്കിട്ട് ഇത് നമ്മൾ കഴുകിയാൽ പോലും കയ്യിൽ നിന്ന് പോകത്തില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബാക്കി വരുന്നത് ഒരു കുപ്പിയിൽ ഒരു ചില്ലുകുപ്പിക്കകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കും തോറും നല്ല രീതിയിൽ എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി ഞാൻ അതേണ്ടേ വെളുത്തമുടി ഇത്രയും ഇങ്ങനൊരു നരച്ചമുടിയാണ്, ഇടകലർന്നുള്ള നരച്ചമുടിയാണ്, ഫുള്ളായിട്ട് വെളുത്തിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു പുതിയ ബ്രഷ്, പല്ല് തേക്കുന്ന ബ്രഷ് എടുക്കണ്ട, അല്ലാതെ പല്ല് തേക്കാതെ ഇരിക്കുന്ന ഒരു ബ്രഷ് കാണുമല്ലോ, അതെടുത്തിട്ട് ആ ബ്രഷ് കൊണ്ട് തേക്കുന്നതാണ് ഏറ്റവും എളുപ്പം. പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വല്ലയിടത്തുമൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു 1-2 മണിക്കൂർ മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പോകുന്ന സമയമാകുമ്പം നല്ല രീതിയിൽ തേച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ പറയും അയ്യോ ഇത് തേച്ചിട്ട് ഇനി പുറത്ത് പോയിട്ട് തുണിയിലെല്ലാം ആവുമോ? അപ്പം ഞാൻ അതിന് മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് തുണിയിലാവത്തില്ല, ഒട്ടിപ്പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് തുണിയിൽ തലയിൽ തുണിയിട്ട് ഇങ്ങനെ തേച്ച് കാണിക്കുന്നുണ്ടായിരുന്നു, പോകത്തില്ല എന്നുള്ള കാര്യം. അതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, നല്ലപോലെ തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് തേച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഷാമ്പു വാഷ് ചെയ്ത ഹെയറിൽ ഇത് തേക്കാവുള്ളൂ, ഒട്ടും എണ്ണമയം കാണരുത്. ആ ഒരു മുടിയാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം, കാരണം ഇത് നമ്മൾ എണ്ണ കുഴച്ചിട്ടാണല്ലോ തേക്കുന്നത്, അപ്പം നമുക്ക് തലമുടിയിൽ എണ്ണ വന്നോളും. എന്നിട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വേണ്ട ഉണങ്ങാൻ. എന്നാലും ചില ആൾക്കാരുടെ മുടിക്കൊക്കെ എന്താ പറയുക കുറച്ച് ഉണങ്ങാൻ താമസം വരും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ കൈ കൊണ്ടൊന്ന് തുടച്ച് നോക്കിക്കോ, കയ്യിലൊന്നും ആവത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ സ്കാൾപ്പിലാകാതെ നോക്കുക, മുടിയിൽ മാത്രമേ ആവൂ, സ്കാൾപ്പിലാവുകയേ ചെയ്യരുത്. ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ടൂത്ത് ബ്രഷ് ഇല്ലേ, അതാണ് കുറച്ചുകൂടെ കൂടുതൽ നല്ലത്, നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് എത്തും. ഈ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നന്നായിട്ടൊരു പുതിയ ബ്രഷ് നമുക്ക് ഇതിനായിട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. തേക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു വൈറ്റ് ഹെയറിലോട്ട് ഈ ഒരു ഡൈ പെട്ടെന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എവിടെയൊക്കെയാണ് നമ്മുടെ ഏത് ഭാഗത്തൊക്കെയാണ് മീശയിലോ താടിയിലോ ഒക്കെ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്ത് വെക്കണം. നന്നായിട്ട് കോമ്പ് ചെയ്ത് വെച്ചാലും ആദ്യം നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. എനിക്ക് തോന്നുന്ന പ്ലെയിൻ വാഷ് ചെയ്ത് കളയുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം മുടിയിൽ നന്നായിട്ട് അത് പിടിച്ചിരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് കോമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊക്കെ പോകാം. ഇത് കുപ്പിക്കകത്ത് ആവശ്യാനുസരണം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി, പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല, അഴുക്കാവത്തില്ല. അപ്പോൾ ആരും അറിയത്തില്ല നമ്മൾ ഡൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇങ്ങനെ തേച്ച് വെച്ചിട്ട് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് കയ്യിലൊന്നും പറ്റത്തൊന്നുമില്ല, തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ നല്ലതായിട്ട് നല്ല പക്ക കറുത്തായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട്, എല്ലാ ഭാഗവും നന്നായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുടിയിൽ എല്ലാ വെളുത്ത മുടിയിലും എത്ര വെളുത്ത മുടികളിലും പോലും നമുക്ക് ഇതുപോലെ കറുപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ എല്ലാവരും കണ്ടല്ലോ. ഇതെന്താണ്? ചിരട്ടയാണ് പ്രധാന വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല, പ്രധാന സഹായി എന്ന് വേണേൽ പറയാം. അപ്പം ചിരട്ടയാണ് നമ്മുടെ ഇന്നത്തെ ഒരു താരം എന്ന് പറഞ്ഞാൽ. ചിരട്ടക്കരി നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ, ഞാൻ പറഞ്ഞ രീതിയിൽ തേച്ച് പിടിപ്പിച്ചാൽ, ചിരട്ടക്കരി മാത്രമാണ് ചെയ്താലുണ്ടല്ലോ അടിപൊളി ഒരു ഹെയർ ഡേ നമുക്ക് ഉണ്ടാക്കാം. മനസ്സിലായോ? അപ്പോൾ കരിഞ്ജീരകവും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ കറുപ്പ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ കരിഞ്ജീരകവും കൂടെ ചേർത്തത്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നല്ലൊരു ഹെയർ ഡേ ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഇതാണ്, തലയിലാവത്തില്ല, ഷോളിലാവത്തില്ല, ഒന്നും ആവത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കഴുകി കളഞ്ഞോളൂ. ഷാമ്പു വാഷ് ചെയ്തത് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഇന്ന് ധൈര്യമായിട്ട് പുറത്തോട്ട് പോക്കോ. നിങ്ങളുടെ ആ മുടി, വെളുത്ത മുടിയെല്ലാം കറുത്ത് തന്നെ ഇരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ സ്ട്രെയിറ്റനിങ് ചെയ്തവർ, സ്മൂത്തനിങ് ചെയ്തവർ, റിബോണ്ടിങ് ചെയ്തവർ, ഇങ്ങനെയുള്ള ആർക്കും പിടിക്കത്തില്ല. പിന്നെ ഹെന്ന മിക്സ് നേരത്തെ തലയിൽ ഇട്ടിരുന്ന ആൾക്കാർ, അവർക്ക് പിടിക്കാനായിട്ട് ഒരു ഇത്തിരി പാടാണ്. പ്യുവറായിട്ട് വെള്ളമുടി ഉണ്ടോ, പെട്ടെന്ന് തന്നെ ഇത് പിടിക്കും കേട്ടോ. അപ്പം ഹെന്ന ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ്, കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്യുക പിടിക്കുന്നിടം വരെ, അപ്പം നിങ്ങൾക്ക് പിടിച്ചോളും. എന്തായാലും തല കഴുകാതെ 4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ 4 ദിവസവും തലയിൽ ഇരുന്നോളും. പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, ഷാമ്പൂ ഇടണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇട്ടുകൊണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ബൈ.